എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു നമ്മുടെ സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന MSF ജനറൽ സെക്രട്ടറി CK നജാഫ് നിങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏറെ ആദരവ് നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം അധ്യക്ഷൻ പ്രിയങ്കരനായ സലാം സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, NP മുനീർ സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് വൈകിട്ട് 3 മണിയോടെ തുടങ്ങിയ മൻസൂർ അനുസ്മരണത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് നമ്മളുള്ളത്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു നമ്മളോട് സംസാരിക്കാൻ ഇരിക്കുകയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. ഏറ്റവും ഗൗരവമേറിയ പുല്ലൂക്കരയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാന്താവിൽ നൈരന്തര്യം എന്നോണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമായ ഒരു നാമത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഏറെ പ്രാധാന്യമുള്ള ഒന്ന്, നമ്മൾ ഈ വേദി കെട്ടിയുടെ ഇരുന്ന് എല്ലാ വർഷവും മൻസൂറിന്റെ ഓർമ്മയിൽ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല, എല്ലാ ദിനരാത്രങ്ങളിലും രാവുകളിലും പകലുകളിലും ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും യുവാക്കളും ജനങ്ങളും എല്ലാവരും മൻസൂറിനെ ഓർത്തെടുക്കുന്നു എന്നത് സത്യമായ കാര്യമാണ്. ഈ നാടിന്റെ വെളിച്ചത്തിന് സാധ്യമാവുന്ന പുതിയ മാറ്റങ്ങൾക്ക് നിദാനമായ ഒരു ചെറുപ്പക്കാരന്റെ പേരായി മൻസൂർ മാറുകയാണ്. മൻസൂർ നമ്മളിൽ നിന്നും ബോംബെറിഞ്ഞ് കൊല്ലപ്പെട്ട സഹോദരനാണ്. മൻസൂറിന്റെ 4ാം രക്തസാക്ഷിത്വ ദിനമാണ് കഴിഞ്ഞു പോയത്. മൻസൂർ നമ്മളിൽ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ നിരന്തരം ഇടപെടുന്ന കുട്ടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ അനുസ്മരണ വേദിയിലും മൻസൂറിനെ കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിക്കാറുണ്ട്. ഒരുപക്ഷേ ഈ നാട്ടിലെ യുവാക്കൾക്ക് സുപരിചിതമായ ഒരു രക്തസാക്ഷിയുടെ പരിചിത മുഖം മൻസൂർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ, പരിസരങ്ങളിൽ, സാമൂഹിക മണ്ഡലങ്ങളിൽ ഒക്കെയും യുവാക്കൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും മൻസൂറിന്റെ പേരും ചേർത്തു വെക്കാറുണ്ട്. നമ്മൾ വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതം എപ്പോഴാണ് പൂർത്തിയാവുന്നത്? നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ ചെയ്തു തീർത്ത നന്മകളെ സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ നേതൃത്വ മഹിമ കൊണ്ടോ എഴുതി ചേർക്കുകയോ അടയാളപ്പെടുത്തുകയോ പുസ്തകങ്ങൾ എഴുതി ചേർക്കുകയോ ചെയ്താലൊന്നും ഒരു മുഖവും മരിച്ചു ജീവിക്കുന്നതിനപ്പുറത്തേക്ക് ഓർത്തെടുക്കാൻ ആരുമുണ്ടാവില്ല. അതെത്ര സമ്പന്നനായാലും, അതെത്ര കഴിവുള്ള ചെറുപ്പക്കാരനായാലും, എത്ര വിദ്യാഭ്യാസമായ ഉയർച്ചകളുള്ള ആരായാലും സാധ്യമാവുന്ന ഒന്നേ അല്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഈ ലോകം ഓർക്കണമെങ്കിൽ ജീവിച്ച കാലത്തെ പ്രവർത്തനത്തിന്റെ പന്ഥാവിലാണ് ആ മനുഷ്യൻ എണ്ണപ്പെടുന്നത്. അതൊരു സത്യമാണ്. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മളെ കുറിച്ച് പുസ്തകം എഴുതിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ചരിത്രവും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മൾ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ നിൽക്കണോ? നിങ്ങളുടെ ജീവിതം ഈ മണ്ണിൽ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ജീവിതമായി മാറണം, അംഗീകാരമുള്ള ജീവിതമായി മാറണം. അതിനൊരു അഭിനയവും അല്ലെങ്കിൽ അതിനൊരു സൗകര്യങ്ങളും ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് നിലനിൽക്കാൻ പോകുന്ന ഒന്നല്ല. പ്രിയപ്പെട്ട മൻസൂർ
ഇന്നും നമ്മളുടെ സദാപ്രവർത്തന രംഗങ്ങളിലൊക്കെയും ആ പേരുകൾ ചേർത്ത് വെച്ച് പറയുന്നത് ആ ജീവിതം അള്ളാഹുവിന്റെ സന്നിധിയിൽ മനോഹരമായി ഉയർന്നു നിൽക്കുന്നു, ഔന്നത ബോധത്തോടു കൂടി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയാൽ, കൊല്ലപ്പെട്ടു പോയാൽ എത്ര പറയുവാനുണ്ടാവും നമുക്ക്, എത്ര പറയുവാനുണ്ടാവും. ആ കുട്ടി ചെയ്ത നന്മകളെ കുറിച്ച്, ഒരുപക്ഷെ നന്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാവും. അവൻ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിനെ പറ്റി, അവന്റെ കളിസ്ഥലങ്ങളെ പറ്റി, അവന്റെ പരിസരങ്ങളിലെ സൗഹൃദങ്ങളെ പറ്റി അല്ലാതെ മറ്റെന്താണ് പറയാനുണ്ടാവുക? പക്ഷേ മൻസൂറിനെ എണ്ണി 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 പറയാൻ നമുക്ക് എന്തൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ പ്രതിസന്ധി അനുഭവിച്ച വയനാട്ടുകാരുടെ മണ്ണിലേക്ക് ഈ നാടിനെ ചേർത്ത് വെച്ച് കൊണ്ടുപോയി സഹായഹസ്തങ്ങൾ നീട്ടിയില്ലേ? അതേ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിന്റെ ചെറിയ കാലം കൊണ്ട് ഈ കേരളത്തിലെ അഷ്ടദിക്കുകളിൽ സൗഹൃദം ഉണ്ടാക്കിയില്ലേ? അങ്ങനെ എത്ര പേരെയാണ് നമ്മൾ ഈ പ്രിയപ്പെട്ട മൻസൂറിന്റെ ഖബറിനരികെ പ്രാർത്ഥനാ നിരതരായി നമ്മൾ കാണാൻ സാധിച്ചത്? അതും നമ്മൾ കണ്ടു. ഈ നാട്ടിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്ത്, വൈരാഗ്യങ്ങൾക്കും അപ്പുറത്ത്, മതങ്ങൾക്കും അപ്പുറത്ത്, എല്ലാത്തിനും അപ്പുറത്ത് കളിസ്ഥലങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ ബോധമുണ്ട്. ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് ജീവിക്കും. അതിനൊന്നും തർക്കമുണ്ടായിരുന്ന ഒരു സ്ഥലമല്ല അത്. അതുകൊണ്ട് തന്നെ തയ്യൂളതിൽ സ്കൂളിൽ നടക്കുന്ന നമ്മളുടെ വോളിബോൾ കളികളിൽ, അങ്ങനെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ കളികളിലും സജീവമായി ഇടപെടുന്ന ചെറുപ്പക്കാരൻ, വളരെ സ്ട്രോങ് ബോഡിയായ ഒരു ചെറുപ്പക്കാരൻ, വളരെ പവർഫുൾ ആയ ഒരു ചെറുപ്പക്കാരൻ. പലപ്പോഴും ഒരു അനുജൻ എന്ന നിലക്ക് ഞാൻ ആ ചിത്രം ഒന്ന് ഏറെ തവണ നോക്കി നിൽക്കാറുണ്ട്. നമുക്ക് ആ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് നൽകുന്ന ഒരു ആത്മധൈര്യമുണ്ട്. തകർന്നു പോവാൻ കഴിയുമാറുള്ള ഓർമ്മകളാണ് നമുക്ക് വരുന്നത്. പക്ഷേ മൻസൂർ നമുക്ക് നൽകുന്ന ഒരു ആത്മധൈര്യം കൂടെയുണ്ട് എന്ന പ്രഖ്യാപനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ നാട് പിന്നീട് മുന്നോട്ട് പോയത് മൻസൂർ പഠിപ്പിച്ച രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ച് കൊണ്ടു തന്നെയായി. ഇവിടെ പ്രധാനപ്പെട്ടതായി നമ്മൾ സൂചിപ്പിക്കേണ്ട ഒന്ന്, മൻസൂറിന്റെ ഈ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ സാധാരണക്കാരായ മുഴുവൻ സാധാരണക്കാരെയും തൊട്ടു തലോടി മൻസൂർ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ കിറ്റുകൾ കൊടുക്കാറുണ്ട്. അത് മൻസൂറിന്റെ സ്വപ്നമായിരുന്നു. മൻസൂറിന്റെ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേരുന്ന കുട്ടികൾ അതിന് കഴിയുന്ന സാധ്യത ഉണ്ടാക്കിയിട്ട് പരിഹാരം കാണാറുണ്ടായിരുന്നു. ഇതൊരു ഭംഗി വാക്ക് പറയുന്നതല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് മനോഹരമായി ചെയ്തു തീർക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ ഒരു അടയാളമായി മൻസൂർ ഉയർത്തിക്കാണിക്കുന്നു എന്ന വസ്തുതയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. മൻസൂർ ഈ നാട്ടിൽ ഉയർത്തിപ്പിടിച്ച കിറ്റ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ വീടുകളിലേക്ക്, അവരുടെ അടുക്കളകളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് മൻസൂർ നൽകിയ ഓർമ്മയുടെ കരുത്തിലാണ്. മറ്റൊന്ന്, മൻസൂറിന്റെ കൂടെ കളിച്ചവരാണ് കളിക്കാത്തവരായി ഈ നാട്ടിലെ യുവാക്കൾ ആരുമില്ല. അങ്ങനെ ഏത് മതങ്ങളോ ജാതികളോ രാഷ്ട്രീയമോ ഇല്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർ പങ്കാളിത്തത്തോടുകൂടി വോളിബോൾ കളിച്ച, ക്രിക്കറ്റ് കളിച്ച ഭൂമിയാണ്. അവർക്കിടയിൽ വൈര്യങ്ങളില്ല. ഒരുമിച്ച് കളിക്കുമ്പോ ചിതറിത്തെറിക്കുന്ന തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ ഇഴുകിച്ചേരുമ്പോഴുണ്ടാവുന്ന ഒരു സൗഹൃദത്തിന്റെ ആഴമുണ്ടല്ലോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു നാടാണ് പുല്ലൂക്കര എന്നത്. അത് മറന്ന് ഒരുമിച്ച് കളിച്ചവരെ തന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ കഥയാണ് CPM ഇവിടെ പഠിപ്പിച്ചത്. അതിനെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങളെ 4ാമത്തെ വർഷമാണ് ഈ നാട്ടിലെ വലിയ ഒരു ഉത്സവമായി മൻസൂർ മെമ്മോറിയൽ ട്രോഫി നടക്കുന്നത്. മൻസൂർ ലീഗ് എന്നാണ് അതിന്റെ പേര്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും കുട്ടികളും ഒരുമിച്ച് ചേർത്താണ് അതിമനോഹരമായ ഒരു കളി ഈ നാട്ടിൽ നടക്കുന്നത്. കളിക്ക് എന്താ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? നമ്മുടെ കുട്ടികൾ ഏത് വഴിയിലേക്ക് സഞ്ചരിക്കണം എന്ന് പോലും അറിയാത്ത സാഹചര്യമാണിത്. അവർക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രം പോലും അറിയില്ല തന്റെ കുട്ടികൾ എവിടെയാണുള്ളതെന്ന്, അവരുടെ മനസ്സ് എവിടെയാണുള്ളതെന്ന്. അവർക്ക് കഴിയുന്ന സാഹചര്യങ്ങളെ കണ്ടെത്താനോ അവരുടെ സ്വപ്നങ്ങളെ കണ്ടെത്തുവാനോ അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനോ കഴിയാത്ത പ്രയാസകരമായ സാഹചര്യം ഉണ്ട്. അതിനിടയിൽ കളിലഹരിയാണെന്ന് പറഞ്ഞ് കുട്ടികളെ ഇറക്കിക്കൊണ്ടുവരാൻ, അവരുടെ കൂടെ മൻസൂർ ഓർമ്മയായി വെക്കാൻ, ഈ നാട് ലഹരിക്കെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിക്കാൻ മൻസൂർ അടയാളമായി ഈ നാട്ടിലുണ്ട്. അത് അഭിമാനകരമായ ഒരു കാര്യമല്ലേ? ആ ജീവിതം ദൈവസന്നിധിയിൽ അംഗീകാരമുള്ളതുകൊണ്ട് ആ നാമം ചേർത്ത് വെക്കുന്നതൊക്കെയും വലിയ അംഗീകാരമായി നാട് ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ അഭിമാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. മൻസൂറിന്റെ ഉപ്പ ഈ പരിസരങ്ങളിൽ ഉണ്ട്, മുസ്തഖ് ഉണ്ട് എന്ന് ഞാൻ കാണുകയാണ്. ആ മനുഷ്യൻ ഞങ്ങളൊക്കെ എപ്പോഴും മൻസൂറിന്റെ വീടുകൾ സന്ദർശിക്കുമ്പോഴും പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെയും ഒരു തവണ പോലും തന്റെ കണ്ണൊന്ന് മാറി നിൽക്കാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും
ഒന്ന് വിങ്ങിപ്പൊട്ടി ഉമ്മ നമ്മളോട് സംസാരിക്കുമ്പോ ഈ പെരുന്നാളിലും വിങ്ങിപ്പൊട്ടി ഉമ്മ സംസാരിക്കുമ്പോഴും മുസ്തഖ് ഒന്ന് വിറച്ചതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒന്നുറപ്പുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ ഉള്ളിൽ ജീവിക്കുന്ന പ്രയാസത്തിന്റെ ആഴം അത് ഏത് ഉപ്പക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ആ തിരിച്ചറിവുണ്ട്. പക എന്നത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒന്നല്ലേ, അത് വേണ്ടെന്ന് ലീഗ് അവരോട് പറഞ്ഞു. മുബീനും മുഹ്സിനും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട്. എല്ലാവരോടും ഹൃദയബന്ധമുള്ളവരാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ. അവരെല്ലാവരും നിയമത്തിൽ വിശ്വസിച്ചു. നിയമ പോരാട്ടങ്ങൾ നടക്കുന്ന കാലമാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളത് മറന്നു പോകരുത്. സ്വാഭാവികമായും ഒരു അക്രമം നടന്ന്, ഒരു അപകടം നടന്ന്, അല്ലെങ്കിൽ ഒരു അക്രമം നടന്ന്, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെ കുറിച്ചുണ്ടാവുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലെങ്കിലും ആ നാട്ടിൽ പിന്നീട് അങ്ങോട്ട് സമാധാനത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ പരിശ്രമിക്കാറുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്. അങ്ങനെയല്ലാത്ത പരിസര പ്രദേശങ്ങൾ ഉണ്ടാവാറില്ല തന്നെ. നേതാക്കന്മാർ അവർ ഒരുമിച്ച് നിന്ന് ആ പ്രശ്നത്തെ കണ്ടറിഞ്ഞ് ഇനി ഈ നാട്ടിൽ അക്രമം ഉണ്ടാവരുതെന്ന് ഉണ്ടാക്കിയവരെ മാറ്റി നിർത്താൻ തീരുമാനമെടുത്ത് അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എല്ലാ പാർട്ടിയും നടത്താറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 4ാം വർഷവും ഞങ്ങൾ ഈ വേദിയിൽ വന്ന് മൻസൂറിന്റെ കൊലപാതകം നടത്തിയവരെ സംരക്ഷിച്ച പാർട്ടിക്കെതിരെ നിരന്തരമായി സംസാരിക്കേണ്ടി വരുന്നത്? നിങ്ങൾ നോക്കൂ, നിങ്ങളെ ഈ നാട്ടിലല്ലേ പ്രിയപ്പെട്ടവരെ മൻസൂറിന്റെ കൊലപാതകത്തിന്റെ പ്രതിയായി ഈ നാട്ടിൽ നിന്നും ജയിലിലേക്ക് പോവേണ്ടി വന്ന ജാബിർ, ഇന്നും ആ പ്രതി CPM-ന്റെ പാർട്ടി സെക്രട്ടറിയായി, ലോക്കൽ സെക്രട്ടറിയായി കൊണ്ടുവന്നില്ല. നിങ്ങള് ഈ നാട്ടിൽ സാധാരണക്കാരെ വെല്ലുവിളിച്ചല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ചോരത്തുള്ളിയോട് ഒരൽപ്പം ഏതെങ്കിലും കരുണ ഉണ്ടായിരുന്നുവെങ്കിൽ, ഉമ്മയോട്, മുസ്തഖയോട്, ഉപ്പയോട് എന്തെങ്കിലും ഒരു കരുണ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ നാട്ടിലെ മനുഷ്യരുടെ ഹൃദയവേദനയെ കണ്ടറിഞ്ഞു വരുന്നെങ്കിൽ ഈ CPM-കാരാ നിങ്ങൾ ഈ പണിയെടുക്കോ? നിങ്ങൾക്ക് ഈ പണിയെടുക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ നിങ്ങളുണ്ട്. പ്രതികളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പ്ലാനിങ്ങിൽ നിങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ജാബറിനെ പേടി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സുഹൈലിനെ പേടി. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷണം ഒരുക്കാൻ എല്ലാ സൗകര്യവും ഒരുക്കുന്ന CPM പാർട്ടിയോട് ഈ നാട് ഭ്രഷ്ട് കൽപ്പിച്ച ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ഇതേ ദിവസങ്ങളായാലും ഒരു വർഷം പോലും ആയിട്ടില്ല. ഈ കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ, കർണാടകയിലെ ഒരു ഹൈവേയിൽ വെച്ച് ഇതേ സുഹൈൽ എന്ന് പറയുന്ന പ്രതി കോടികൾ റോബറി നടത്തിയിട്ട് ആ കർണാടകയിലെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിലടച്ചിട്ട് 1 വർഷമായി ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഈ നിരന്തരം തെറ്റു ചെയ്യുന്ന, നിരന്തരം അപകടമുണ്ടാക്കുന്ന, നിരന്തരം റോബറി പോലുള്ള വലിയ വലിയ തെറ്റുകൾ നടത്തുന്ന ഒരു കൊലപാതകിയെ സംരക്ഷിക്കാൻ പാർട്ടി പിരിവ് നടത്തുന്ന CPM-കാരോട് ഏത് രൂപത്തിലാണ് നാട് ചേർത്ത് വെക്കാൻ കഴിയുക? അത് കഴിയില്ലല്ലോ. പുല്ലൂക്കര എന്ന് പറയുന്ന മനോഹരമായ ഒരു നാടിനെ ഇത്രമേൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട CPM-കാരോട് നമുക്ക് ഏത് ഘട്ടത്തിലാണ് രാജിയാവാൻ കഴിയുക? വിടുകയില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ പിറകിൽ അവസാന ഘട്ടം വരെ പൊരുതാൻ തീരുമാനിച്ചവരാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കളെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇലക്ഷൻ പരിസര പ്രദേശങ്ങളിൽ മനോഹരമായ ഇലക്ഷൻ നടക്കുമ്പോൾ തർക്ക വിതർക്കങ്ങളൊക്കെയും സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. ആ തർക്കങ്ങൾക്കിടയിൽ പലതരം വാഗ്വാദങ്ങൾ ഉണ്ടാകും. എന്നാൽ മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ടാർഗറ്റ് ചെയ്യാൻ പ്രത്യേക കാരണം എന്തുണ്ടോ? ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. എന്നാൽ മുഹ്സിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ, അവസാനിപ്പിക്കാൻ, ടാർഗറ്റ് ചെയ്യാൻ CPM തീരുമാനിച്ചിരുന്നു. എന്താ കാരണം? മുഹ്സിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രത്യേകതയുണ്ട്. ആ മനുഷ്യൻ ജീവിക്കുന്ന പരിസര പ്രദേശങ്ങളിലൊക്കെയും സൗഹൃദങ്ങൾ ഉണ്ടാകും. അവൻ കൂടെയുണ്ടെന്നുള്ള ബോധമുണ്ടാകും. മുഹ്സിൻ തന്റെ നാട്ടിൻ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കിടയിൽ ഇടപെടുമ്പോ ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കുട്ടികൾക്ക് വിശ്വാസമാണ്, കുടുംബങ്ങൾക്ക് വിശ്വാസമാണ്, നാട്ടുകാർക്ക് വിശ്വാസമാണ്. ആ ചെറുപ്പക്കാരനെ അങ്ങനെ ചേർത്ത് വെച്ച് ഈ നാട് ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പുതിയ നായകൻ പിറക്കുന്നുവെന്ന് CPM തിരിച്ചറിഞ്ഞപ്പോ അതിനെ അവസാനിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചതാണ്. നമുക്കറിയാലോ, ഇവിടെ ഇലക്ഷൻ നടന്ന അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ പറയുവാനുണ്ട്. എന്നാൽ കേസ് നടക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. എന്നാൽ മുഹ്സിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ പാറാലേക്ക് പോയത്. പാറാലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, വടിവാളുണ്ട്, നിങ്ങളുടെ കയ്യിൽ ബോംബുമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കൊല്ലാൻ ഉപയോഗിച്ച മനുഷ്യരെയും അയച്ചിട്ടുണ്ട്. CPM കൊലപാതകം നടത്തിയ ഈ കൊലപാതകത്തിന്റെ പിറകിൽ, CPM പാർട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഈ കൊലപാതകത്തിന്റെ പിറകിൽ കൃത്യമായി ഉള്ള എല്ലാ പ്രതികളെയും പിടിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
അതിന്റെ പിറകെയായിരുന്നു എല്ലാ നാടുകളിലും. അങ്ങനെ കൊലപാതകം നടത്താൻ വേണ്ടി വന്നപ്പോ അവിടെ തന്റെ സഹോദരനെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തിൽ സഹോദരൻ എന്ന നിലക്ക് ഓടിയെടുക്കുന്ന മൻസൂറിനെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. എന്നറിയോ നിങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആക്രമിക്കപ്പെടുകയാണ്, കൊല്ലുമെന്നുറപ്പാണ്, ചുറ്റും ആളുകളുണ്ട്. എത്ര പേരെയാണ് മുഹ്സിൻ തടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക? കഴിയില്ലല്ലോ. ഒരുപാട് പേർ പ്രിയപ്പെട്ടവരെ ഈ മൻസൂറിന്റെ ചുറ്റും, ഈ മുഹ്സിനെ ചുറ്റും നിന്ന് ആക്രമിക്കുമ്പോ തന്റെ സഹോദരനെ ആക്രമിക്കുന്നത് തടയാൻ ജീവിതം കൊടുത്തും തയ്യാറായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം രക്തസാക്ഷിത്വം എന്നല്ലാതെ എന്താണ് വിളിക്കാൻ കഴിയുക? ഈ നാടിന്റെ മനോഹരമായ രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ച് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ, ഈ നാടിന്റെ നന്മയെ ചേർത്ത് പിടിച്ച ചെറുപ്പക്കാരൻ, തന്നെ പോലെ തന്നെക്കാൾ തന്റെ കുടുംബത്തെ സ്നേഹത്തോടെ ചേർത്ത് വെച്ച ചെറുപ്പക്കാരൻ, ആ മനുഷ്യനാണ് നിങ്ങൾ കൊന്നു കളഞ്ഞത്. നിങ്ങൾ എറിഞ്ഞ ബോംബ് കാഫ് മസിലിനാണ്. നിങ്ങൾ നിരന്തരം പറയുന്ന ഒരു കള്ളക്കഥയുണ്ട്. നിങ്ങൾ പറയുന്നത് രക്തം വാർന്നാണ് മൻസൂർ മരിച്ചത് എന്നാണ്. നിങ്ങൾക്കറിയോ കാഫ് മസിൽ എന്താണെന്ന്? കാഫ് മസിൽ എന്നത് നിങ്ങളുടെ കാലിന്റെ പിറകിൽ ഉള്ള മസിലാണ്. ഹൃദയം എന്താണോ നിർവഹിക്കുന്നത് അതേ ധർമ്മം നിർവഹിക്കുന്ന ഒരു മസിലാണ് കാഫ് മസിൽ എന്നത്. രക്തം പമ്പ് ചെയ്യാൻ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോ ആ ബോഡി നടത്തുന്ന അതേ പ്രവർത്തനം നടത്തുന്ന ഇടപെടലാണ് കാഫ് മസിലും നമ്മുടെ കാലിൽ നടത്തുന്നത്. ബ്ലഡ് താഴേക്ക് പോകുമ്പോ മുകളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ ആ പേശികൾക്കിടയിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ക്രമമാണ് നമ്മുടെ കാഫ് മസിലിനുള്ളത്. അവിടേക്ക് ബ്ലഡുകൾ പുറത്തേക്ക് പോകുന്ന ഘട്ടം ഉണ്ടായാൽ അത് മരിച്ചു പോകും. നന്നായി അറിയുന്ന അക്രമകാരികൾ, ഗുണ്ടകൾ കാലിനാണ് വെട്ടുക. എന്താണ് കാലിന് വെട്ടുന്നത്? ഒരു സംഘടന നടന്നാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. സ്വാഭാവികമായി നമ്മുടെ പമ്പിൽ, നമ്മുടെ ബോഡിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന സാഹചര്യം മാറും. അതിവേഗതയിൽ നമ്മുടെ ബോഡിയിൽ നിന്നും അതിവേഗതയിൽ രക്തങ്ങൾ വാർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പോകുമ്പോ ആ മനുഷ്യൻ ആരായാലും മരിച്ചു പോവില്ലേ? അവിടെ കാഫ് മസിലിന് ആക്രമിച്ചിട്ട് ബോംബെറിഞ്ഞിട്ട് ആ മനുഷ്യൻ എടുത്തു പോയിട്ട് ഞങ്ങൾ ആ ജീവന് വേണ്ടി അപേക്ഷിച്ചപ്പോ ഡോക്ടർമാർ കൈമലർത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കുട്ടിയെ തിരിച്ചു തരാൻ കഴിയില്ല എന്നാണ്. ബേബി ഹോസ്പിറ്റലിന്റെ പുറത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ആ കാഴ്ചയിൽ വിറങ്ങലിക്കാത്ത മനുഷ്യർ ആരുമില്ലായിരുന്നു. ഈ നാട് മുഴുവൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു കുട്ടിയെ ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ താല്പര്യം എന്ന അന്വേഷണത്തിനിടയിൽ തിരിച്ചറിയാൻ സാധിച്ചത് ഈ നാട്ടിൽ CPM പാർട്ടിയിൽ നിന്നും ജനങ്ങൾ അകലുന്നു എന്നത് മാത്രമാണ്. ഞാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണക്കാരായ പ്രവർത്തകൻ ഈ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് പോകുന്നു എന്നതുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇത്രമേൽ വലിയ പകയുണ്ടാവുന്നത്? ഒരു വ്യക്തിയല്ലേ പ്രിയപ്പെട്ടവരെ? എന്റെ സഹപ്രവർത്തകനായിരുന്നു ഷുക്കൂർ. അരിയിലാണ് ദേശം. അരിയിൽ ദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് അരിയിൽ ഒരു ചെറിയ ഗ്രാമമാണ്. ലീഗിന് ഒരു വാർഡ് മെമ്പർ മാത്രമുള്ള ഗ്രാമം. ബാക്കി പഞ്ചായത്തൊക്കെയും ഭരിക്കുന്നത് CPM ആണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ അരിയിൽ ഷുക്കൂറിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം അവിടുത്തെ CPM പ്രവർത്തകർക്ക് അംഗീകാരം നഷ്ടപ്പെട്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഷുക്കൂറിനെ ആ നാട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ മുഹ്സിനെ ടാർഗറ്റ് ചെയ്യാം, അങ്ങനെ വരുമ്പോ ഷുഹൈബിനെ ടാർഗറ്റ് ചെയ്യാം, അങ്ങനെ വരുമ്പോ കൃപേഷിനെ, ശരത് ലാലിനെ എല്ലാം ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ ടാർഗറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവരെ കൊന്നു കളയുന്നത്. ഈ പതാകയുടെ കൂടെ ഒരു പതാകയും കൂടി കെട്ടി അവരുടെ പ്രവർത്തനവും കൂടി നടന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രയാസമുണ്ടാവുന്നത്? നിങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ മുന്നിൽ അടിസ്ഥാനപരമായ നയങ്ങളില്ലാത്തത് കൊണ്ടല്ലേ, ആത്മവിശ്വാസമില്ലാത്തത്? ഞങ്ങൾ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് 1000 കൊടികൾ ഈ പുല്ലൂക്കരയിൽ കെട്ടിയിട്ടാലും ഇതേ പതാക പിടിച്ച് സിന്ദാബാദ് വിളിക്കാൻ 1000 ഉണ്ടാവും എന്ന വിശ്വാസമാണ് ഞങ്ങളെ ഈ പതാക ചേർത്ത് പിടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊരു ഘട്ടത്തിലും ഞങ്ങൾക്ക് അതിന് ഇടർച്ച സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു ഗ്രാമത്തിൽ, ഒരു കുഗ്രാമത്തിൽ, ഒരു പാർട്ടി ഗ്രാമത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയരുമ്പോ അതിനെ ഭീതിയോടെ കണ്ട് അത് തള്ളി മാറ്റാൻ, ആക്രമിച്ചാൽ, കൊലപാതകം നടത്താൻ, നശിപ്പിച്ചു കളയാൻ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം അത് ഫാസിസമാണ്. അത് അവസാനിപ്പിക്കാത്ത കാലത്തോളം നിങ്ങൾക്കെതിരെയുള്ള നൈരന്തര്യമുള്ള പോരാട്ടം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ ചേർത്ത് വെക്കുന്നത്. പ്രിയപ്പെട്ട മൻസൂറിന്റെ കൊലപാതകത്തിന് ശേഷം നിരന്തരമായ പോരാട്ടത്തിലാണ് മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടമുണ്ട്. അത് ചെറിയ കാര്യമല്ല, വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. നമ്മൾ ഈ മുഴുവൻ ജനങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരുടെ നാണയത്തുട്ടുകൾ ശേഖരിച്ചു തന്നെ ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ, ഈ നാടിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. ഈ നേതാക്കന്മാരില്ലേ ഇവിടെ ഇരിക്കുന്നത്? അവരെല്ലാം മാറ്റിവെച്ച് മൻസൂറിന് വേണ്ടി അവന്റെ കേസുകൾ നടത്താൻ, അവന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ഒരു ഘട്ടത്തിലും മടിയില്ലാതെ പരിശ്രമിക്കുന്നവരാണ്, പോരാടാൻ തയ്യാറായിരുന്നവരാണ്.
ഞങ്ങളുടെ കേസുകൾ ഹൈക്കോടതിയിൽ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി വരാൻ പോകുന്ന ട്രയലിന്റെ കാലമാണ്. ഡേറ്റ് ഒന്നും ആയില്ല, പക്ഷേ വരാൻ പോകുകയാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു കാര്യം പറയാം, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഞങ്ങളുടെ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ മകനെയാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ നാട്ടുകാരെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നീതി ലഭ്യമാവുന്നത് വരെ, ഇതിന് തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്യുന്ന നിലവരെ ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ പിറകെ തന്നെ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട പുതിയ കാലത്തെ പുല്ലൂക്കരയിലെ പുതിയ കുട്ടികൾ, യുവാക്കൾ ഉണ്ടാക്കിയെടുത്ത പദ്ധതികളെ കുറിച്ച് അതുകൂടി പരാമർശിക്കാതെ പോയാൽ ശരിയാവില്ലെന്ന ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, മൻസൂർ ലീഗ് മനോഹരമായി നടത്തിക്കൊണ്ടുപോവുകയാണ്. പുതിയ പദ്ധതികൾ മണ്ഡലം ലീഗിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുവരികയാണ്. മൻസൂറിന്റെ പേരിൽ മനോഹരമായ ഒരു ഉദ്യമം ആരംഭിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവർ വലിയ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നു, അതുവഴി അക്കാദമികൾ ഉണ്ടാക്കുന്നു, സ്പോർട്സ് അക്കാദമികൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ ആലോചനയിലാണ്. ഒരു നാട് മനോഹരമായ മാറ്റത്തെ ചേർത്ത് വെക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇനി അതിന്റെ മാറ്റത്തിന്റെ കാലമാണ്. ഈ പുല്ലൂക്കരയുടെ മണ്ണിൽ വെളിച്ചത്തിന്റെ വിതറുന്ന പുതിയ കാലം മൻസൂറിനെ ചേർത്ത് വെച്ചാവുമെന്നതിൽ പ്രിയപ്പെട്ട മൻസൂറിന്റെ കുടുംബക്കാർക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ആത്മകഥ ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ മനോഹരമായ ജീവിതം അദ്ദേഹത്തിനുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ വെച്ച് കാണുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. നമ്മുടെ ഈ പോരാട്ടം തുടരണം. അതിനുവേണ്ടി കൂടെ നിൽക്കാൻ ആരും മടിക്കരുത്. ഇതൊരു ഉദ്യമമാണ്. ഉദ്യമത്തിന്റെ പിറകിൽ എല്ലാ താല്പര്യങ്ങളും അപ്പുറത്ത് മൻസൂർ എന്ന വികാരമാണ്. ആ വികാരത്തെ ചേർത്ത് വെക്കുകയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്കുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും മൻസൂറിന് വേണ്ടി ചേർത്ത് വെക്കാൻ, കൈ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്നവർ മാത്രമേ ഈ മണ്ണിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിന്റെ പിറകിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞ് നേതാക്കൾക്ക് വേണ്ടി വഴിമാറുന്നു. ജയ് ഹിന്ദ്.